പിന്നെ വളരെ റെയറായിട്ട് അങ്ങനെ ആരും അധികം വരാത്തതാണ് നേഴ്സായിട്ട്. ഇത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഏജൻസിയോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്. എന്നെ കയറ്റിവിട്ട ഏജൻസി അവിടെ ഞാൻ ചുമ്മാ ചോദിച്ചു, ജസ്റ്റ് അവർ വിളിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ പക്ഷെ ഒരു N1 N2 ഒരു നേറ്റീവ് ലെവൽ ജാപ്പനീസ് അവർക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സാം ഉണ്ട്, നേഴ്സിങ്ങിൻ്റെ ഒരു എക്സാം. അത് ഫുള്ള് ജാപ്പനീസിലാണ്. ആ ഒരു എക്സാം കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ കെയർ വർക്കർ എന്ന് പറഞ്ഞ വിസ ഞാൻ പറഞ്ഞില്ല, SSWയിൽ കെയർ വർക്ക് എന്ന് പറഞ്ഞ വിസയുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചക്ഷൻ പോലും വെക്കാൻ പറ്റില്ല ഈവൻ ദോ. അപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ആരും SSW കെയർ വർക്കിൽ വരുന്നത് ഒരു അവരുടെ ലെവൽ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ബിക്കോസ് ഒരു +2 ലെവൽ ക്വാളിഫിക്കേഷൻ മതി കെയർ വർക്കറായിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ ആ JFT ബേസിക്കും ആ സ്കില്ലിൻ്റെ എക്സാമും. സോ അപ്പോൾ നേഴ്സിംഗ് ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇതിങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. N1 N2 നേറ്റീവ് ലെവലായി. കാരണം ഇപ്പോൾ ഹാർട്ടിന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അത് മെഡിക്കൽ ടേംസിലേക്ക് വരുമ്പോൾ കാർഡിയോ എന്നൊക്കെ ആവത്തില്ലേ, അതുപോലെയാണ് ഇവിടെ. അതുപോലെ ഇൻഡെപ്തിലേക്ക് പോവാണ് ലാംഗ്വേജ്. അതുകൊണ്ട് നേറ്റീവ് ലെവൽ വേണം. പിന്നെ ആ ഒരു കൈഗോയുടെ എക്സാമിനേക്കാൾ കുറച്ചും കൂടി ടഫാന്ന് പറഞ്ഞത്. അത് ഫുൾ ജാപ്പനീസിലാണ്. ആ ഒരു ടെസ്റ്റും കൂടി ക്ലിയർ ചെയ്തിട്ട് ഓൾറെഡി BSc നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം.